ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡികോം MLT അക്കാദമി. ലാബ് ടെക്നീഷ്യൻ റിലേറ്റഡ് ആയിട്ട് കേരള PSCയിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഒരു PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കുക, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകൾ പഠിക്കുക എന്നുള്ളത്. സോ പലരും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് ഡിസ്കഷൻ വീഡിയോ ഇടുമെന്ന് ചോദിക്കുന്നുണ്ട്. സോ ആ ഒരു സമയത്ത് എനിക്ക് അഡീഷണൽ പോയിന്റ്സുകൾ ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് എക്സ്ട്രാ പോയിന്റുകൾ കൂടി ആഡ് ചെയ്തിട്ട് സബ്ജക്റ്റ് വൈസ് നമ്മളിങ്ങനെ വീഡിയോസ് ചെയ്യുന്നത്. സോ ഇതിലിടുന്ന അല്ലെങ്കിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ വീഡിയോയിലുള്ള ക്വസ്റ്റ്യൻസും പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള മുന്നേ കേരള PSCയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് വീഡിയോ ചെയ്യുന്നു എന്നാണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് പാരസൈറ്റോളജി ഏരിയ ആണ്. പാരസൈറ്റോളജിയിലെ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ മലേറിയ ലൈഫ് സൈക്കിൾ ദ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ഈസ് ഓപ്ഷൻ എ മാൻ, ഓപ്ഷൻ ബി മോസ്കിറ്റോ, ഓപ്ഷൻ സി സൈക്ലോപ്പ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബവ്. മലേറിയ ലൈഫ് സൈക്കിളിലെ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ഏതാണ്? കറക്റ്റ് ആൻസർ മാൻ ആണ്. എന്താ ഈ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ്, എന്താണ് ഈ ഡെഫിനിറ്റീവ് ഹോസ്റ്റ് എന്ന് നോക്കാം. ഡെഫിനിറ്റീവ് ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു നമ്മൾ പാരസൈറ്റിൻ്റെ കേസിലാണ് അല്ലേ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റും ഡെഫിനിറ്റീവ് ഹോസ്റ്റ് ഒക്കെ പറയാറുള്ളത്. ഒരു പാരസൈറ്റിൻ്റെ സെക്ഷൽ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ സെക്ഷൽ ലൈഫ് സൈക്കിൾ നടക്കുന്നത് ഏത് ഹോസ്റ്റിൽ വെച്ചാണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെഫിനിറ്റീവ് ഹോസ്റ്റ് എന്ന് പറയും. എന്നാൽ ഒരു പാരസൈറ്റിൻ്റെ അസെക്ഷൽ മൾട്ടിപ്ലിക്കേഷനും അസെക്ഷൽ ആയിട്ടുള്ള മെച്ചുറേഷൻ നടക്കുന്ന എവിടെയാണോ അതിനെ നമുക്ക് എന്തു പറയാം? ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്ന് പറയാം. അധികവും ഈ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയിരിക്കും വെക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒരു ഡെഫിനിറ്റീവ് ഹോസ്റ്റിൽ എത്തുന്നവരെ ഈ പാരസൈറ്റ് എവിടെയാണോ അതാണ് ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ്. ഇത്രയും സിമ്പിളായിട്ട് പറഞ്ഞാൽ സെക്ഷൽ ലൈഫ് സൈക്കിൾ നടക്കുന്നത്, സെക്ഷൽ മൾട്ടിപ്ലിക്കേഷൻ നടക്കുക, ആ ഹോസ്റ്റിനെ നമ്മൾ ഡെഫിനിറ്റീവ് ഹോസ്റ്റ് എന്നും അസെക്ഷൽ ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷനൊക്കെ നടക്കുന്നതിനെ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്നും പറയും. അധികവും ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് ആണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? വെക്ടറായിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് പറയും. അധിക പാരസൈറ്റിൻ്റെതും ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് ഡെഫിനിറ്റീവ് ഹോസ്റ്റ് എന്ന് പറയുന്നത് മാൻ ആണ്. ഓൾമോസ്റ്റ് അധിക പാരസൈറ്റിൻ്റെയും ഡെഫിനിറ്റീവ് ഹോസ്റ്റ് അതായത് സെക്ഷൽ ആയിട്ടുള്ള ലൈഫ് സൈക്കിൾ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? നമ്മുടെ ഹ്യൂമണിൽ വെച്ചിട്ടാണ്. അതൊന്ന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്, അത് നിങ്ങൾ പഠിച്ചു വെക്കണം. അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് എക്സെപ്റ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് ഓരോ പാരസൈറ്റിൻ്റെയും ഡെഫിനിറ്റീവ് ഹോസ്റ്റ് ആരൊക്കെയാണ്, ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് ആരൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ പറഞ്ഞു അധികത്തിൻ്റെതും ഡെഫിനിറ്റീവ് ഹോസ്റ്റ് മാനുള്ള ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയിട്ട് മാൻ ഡെഫിനിറ്റീവ് ഹോസ്റ്റ് ആയിട്ടുള്ള പാരസൈറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ലീഷ്മാനിയ, ട്രിപ്പണോസോമ ക്രൂസി, ട്രിപ്പണോസോമ ബ്രൂസി, ടീനിയ സോളിയം, ടീനിയ സാജിനേറ്റ, അതുപോലെ ഹൈമനോലെപ്സിസ് ഡിമിന്യൂട്ട, ഷിസ്റ്റോസോമ സ്പീഷ്യസ്, ട്രിച്ചിനല്ല സ്പൈറാലിസ്, ഫൈലേറിയൽ വേംസ്, ഡ്രാക്കൻഗുലൻ മെഡിനൻസിസ്, ഇതെല്ലാം എന്താണ്? മാന് ഡെഫിനിറ്റീവ് ഹോസ്റ്റ് ആയിട്ട് വരുന്നതാണ്. നമുക്ക് ഓരോന്ന് നോക്കാം. ലേഷ്മാനിയ അല്ലേ, ലേഷ്മാനിയാണ് ലേഷ്മാനിയാസിസ് കോസ് ചെയ്യുന്നത്. അതിൻ്റെ ഡെഫിനിറ്റീവ് ഹോസ്റ്റ് മാനും ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് സാൻഫ്ലൈയും ആണ്. ഏതിപ്പം മാത്രം പഠിച്ചാൽ മതി? അപ്പം ഇൻ്റർമീഡിയറ്റിൻ്റെ കാര്യം പഠിച്ചാൽ മതി. കാരണം എന്തായാലും അധികത്തിൻ്റെ ഡെഫിനിറ്റീവ് മാൻ ആണ്, ഇൻ്റർമീഡിയറ്റ് സാൻഫ്ലൈ ആണ്. സാൻഫ്ലൈ പരത്തുന്ന ഒരു അസുഖമാണ് എന്ത്? ലേഷ്മാനിയാസിസ്. അത് കോസ് ചെയ്യുന്നത് ലേഷ്മാനിയ. ഓക്കെ, ഇനി ട്രിപ്പണോസോമ ക്രൂസി. ട്രിപ്പണോസോമ ക്രൂസി നമ്മൾ എന്ത് പറയും? അമേരിക്കൻ സ്ലീപ്പിംഗ് സിക്നസ്. ഈ ട്രിപ്പണോസോമ ക്രൂസി, ട്രിപ്പണോസോമ ബ്രൂസിയൊക്കെയാണ് ഈ സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പറയുന്ന അസുഖം കോസ് ചെയ്യുന്നത്. സോ അതിൽ അമേരിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് പഠിക്കുന്നുണ്ട്, ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് ഒക്കെ പഠിക്കുന്നുണ്ട്. ട്രിപ്പണോസോമ ക്രൂസി കോസ് ചെയ്യുന്നത് അമേരിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് ആണ്. അതിൻ്റെത് മാൻ ഡെഫിനിറ്റീവ് ഹോസ്റ്റും റെഡുവിഡ് ബഗ് അല്ലെങ്കിൽ കിസ്സിങ് ബഗ് എന്നൊക്കെ ചിലപ്പം ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്. ബഗ്ഗാണ് കേട്ടോ. റെഡുവിഡ് അല്ലെങ്കിൽ കിസ്സിങ് ബഗ് എന്നൊക്കെ ചോദിച്ചാൽ അത് ട്രിപ്പണോസോമ ക്രൂസിൻ്റെ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ്
ഈ റെഡുവിഡ് ബഗ് ഓർ കിസ്സിംഗ് ബഗ്ഗാണ് ക്രൂസിൻ്റെത്. ട്രിപ്പണോസോമ ബ്രൂസിൻ്റെതോ? ബ്രൂസിൻ്റെത് മാൻ ഡെഫിനറ്റീവ് ഹോസ്റ്റ് ആണ്, പക്ഷേ സിസി ഫ്ലൈ ആണ് എന്ത് ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയിട്ട് വരുന്നത്. ട്രിപ്പണോസോമ ബ്രൂസി ആണ് ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് വരുത്തുന്നത്. ഓക്കെ, അമേരിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് ട്രിപ്പണോസോമ ക്രൂസിയും, ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് ട്രിപ്പണോസോമ ബ്രൂസിയും, സിസേ ഫ്ലൈ ആണ് അത് പരത്തുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നോക്കാം ടീനിയ സോളിയം. നമ്മൾ ടീനിയ സോളിയം, ടീനിയ സാജിനേറ്റ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിൻ്റെ വേറെ പേരുകൾ എന്താ പഠിച്ചു വെച്ചത്? യെസ്, ടീനിയ സോളിയം എന്ന് പറയുമ്പോൾ പോർക്ക് ടാപ്പ് എന്ന് പഠിച്ചിട്ടുണ്ട്. ടീനിയ സാജിനേറ്റ് എന്ന് പറയുമ്പോൾ ബീഫ് ടേപ്പ് എന്ന് പഠിച്ചിട്ടുണ്ട്. ടേപ്പ് വെയിംസ് ആണ് ഇതൊക്കെ. ഓക്കെ, സോ അപ്പോൾ ടീനിയ സോളിയത്തിൻ്റെത് പോർക്ക് ടാപ്പ് വെയിമാണ്. അപ്പോൾ പോർക്ക് പിഗാണ് ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയിട്ട് വരുന്നത്, പഠിക്കാൻ എളുപ്പമാണ്. ടീനിയ സാജിനേറ്റത്തിന് നമ്മൾ ബീഫ് ടാപ്പ് എന്നാണ് പഠിച്ചത്. അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് ഏതാണ്? യെസ്, കാറ്റിലാണ് വരുന്നത്. ബാക്കി ഡെഫിനറ്റീവ് നിങ്ങൾക്ക് അറിയാം, മാൻ ആണ് എല്ലാത്തിൻ്റെതും. ഓക്കെ, ഇനി നമുക്ക് ഹൈമനോലെപ്സിസ് ഡിമിന്യൂട്ട ആരാണ് ഡെഫിനറ്റീവ് ഹോസ്റ്റ്? നേരത്തെ പറഞ്ഞതുപോലെ മാൻ തന്നെയാണ് ഡെഫിനറ്റീവ് ഹോസ്റ്റ്, പക്ഷേ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? യെസ്, റാറ്റ് ഫ്ലീ ആണ് എന്ത് വരുന്നത്? ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നമ്മൾ അതിനെ റാറ്റ് ടേപ്പ് എന്ന് പറയാറുണ്ട് കേട്ടോ. ഹൈമനോലെപ്സിസ് ഡിമിന്യൂട്ടനെ റാറ്റ് ടേപ്പ് എന്ന് പറയും. അപ്പം അങ്ങനെ പഠിച്ചു വെച്ചാലും നമുക്ക് ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റിനെ മറന്നു പോവില്ല. റാറ്റ് ഫ്ലീ ആണ്, റാറ്റ് ടേപ്പ് ആണ് എന്ത് ഹൈമനോലെപ്സിസ് ഡിമിന്യൂട്ട എന്ന് പറയുന്നത്. സോ റാറ്റ് ഫ്ലീ ആണ് അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ്. യെസ്, നെക്സ്റ്റ് ഷിസ്റ്റോസോമ സ്പീഷ്യസ്. സോ അതിൽ സ്നെയിലാണ് എന്ത് വരുന്നത്? ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയിട്ട് വരുന്നത്. സ്നെയിലാണ് ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയിട്ട് വരുന്നത്. ഷിസ്റ്റോസോമ സ്നെയിലാണ് ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് വരുന്നത്. ട്രിച്ചിനെല്ല സ്പൈറാലിസിൽ പിഗാണ് എന്ത് വരുന്നത്? ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് വരുന്നത്. ഈ ട്രിച്ചിനെല്ല സ്പൈറാലിസ് എന്ന് പറയുമ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ കാണാറുള്ളത് മസിൽസ് റിലേറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഏതാന്ന് ചോദിക്കാറുണ്ട്. ഈ ട്രിച്ചിനെല്ല സ്പൈറാലിസിസ് കാണുന്നത് മസിൽസിലാണ് കേട്ടോ. ഓക്കെ, പിഗ് വേറൊന്നും കൂടി ഉണ്ടായിരുന്നല്ലോ. യെസ്, ടീനിയ സോളിയം കൂടി നമ്മൾ പിഗിൻ്റെ കേസ് പറഞ്ഞു. ടീനിയ സോളിയോ ട്രിച്ചിനെല്ല സ്പൈറാലിസും എന്താണ്? പിഗാണ് ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഫൈലേറിയൽ വേം നമ്മളുടെ മാനാണ് ഡെഫിനിറ്റീവ് ഹോസ്റ്റ്. ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് അധികവും മോസ്കിറ്റോ അതുപോലെ ഫ്ലൈസ് ഒക്കെയാണ് വരുന്നത്. ഫ്ലൈസും മോസ്കിറ്റോ ഒക്കെയാണ് എന്ത് വരുന്നത്? ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ അറിയാം ഫൈലേറിയൽ വേംസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വേംസ് വരുന്നത്? യെസ്, വുച്ചുലേറിയ ബാങ്ക്രോഫ്റ്റി, ബ്രൂഗ്യ മലൈ, ലോവ, അതുപോലെ തന്നെ നമ്മളുടെ ഓങ്കോസർക്ക, ഇതൊക്കെയാണ് നമ്മൾ ഫൈലേറിയൽ വേംസ് പറയാറുള്ളത്. അപ്പോൾ അതിൽ വുച്ചുലേറിയ ബാങ്ക്രോഫ്റ്റി, ബ്രൂഗ്യ മലൈ ഒക്കെ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയിട്ട് വരുന്നത് മോസ്കിറ്റോയും, ഈ ഓങ്കോസർക്ക വൾവുലസിന് ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് വരുന്നത് ബ്ലാക്ക് ഫ്ലൈസും, അതുപോലെ ഞാൻ പറഞ്ഞ ലോവക്ക് ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയിട്ട് വരുന്നത് ഡീർ ഫ്ലൈസുമാണ്. ഓക്കെ, അതൊന്ന് സെപ്പറേറ്റ് ഫൈലേറിയൽ വേം സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. ലോവ ഡീർ ഫ്ലൈ ആണ് വരുന്നത്. ഓങ്കോസർക്ക വൾവുലസിന് ബ്ലാക്ക് ഫ്ലൈ ആണ് വരുന്നത്. വുച്ചുലേറിയ ബാങ്ക്രോഫ്റ്റിക്കും ബ്രൂഗ്യ മലൈക്കും ഏതാണ് വരുന്നത്? മോസ്കിറ്റോ ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈ ഡ്രാക്കങ്കുലസ് മെഡിനൻസിസിന് സൈക്ലോപ്സ് ആണ് എന്ത് വരുന്നത്? ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പം ഞാനിപ്പം പറഞ്ഞ എല്ലാവരും മാൻ ആണ് ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ്. ഇനി എക്സെപ്റ്റ് ആയിട്ട് മാൻ അല്ലാതെ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് വേറെ എന്തെങ്കിലും മാൻ ആണ് ഡെഫിനിറ്റീവ് ഹോസ്റ്റ്. പറഞ്ഞത് മാറിപ്പോയതാണ്. നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാത്തിനും മാൻ ഡെഫിനിറ്റീവ് ഹോസ്റ്റ് ആണ്. സോ ഇനി പറയാൻ പോകുന്നതിന് മാൻ അല്ല ഡെഫിനിറ്റീവ് ഹോസ്റ്റ് വരുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് നമ്മളിപ്പം പറഞ്ഞ പ്ലാസ്മോഡിയം, നമ്മുടെ ക്വസ്റ്റ്യൻ അതായിരുന്നു അല്ലേ? പ്ലാസ്മോഡിയം സ്പീഷ്യസ്, അതായത് മലേറിയ പരത്തുന്ന പ്ലാസ്മോഡിയത്തിൻ്റെ ഡെഫിനിറ്റീവ് ഹോസ്റ്റ് ആണ് മോസ്കിറ്റോ. ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ഡെഫിനിറ്റീവ് ഹോസ്റ്റും ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് മാനുമാണ്. ഓക്കെ, ഡെഫിനിറ്റീവ് ഹോസ്റ്റ് എന്താണ്? ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ, ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് മാനുമാണ്. ഓക്കെ,
നെക്സ്റ്റ് ബേബീസിയ. ബേബീസിയൻ്റെ കേസിൽ ടിക്സ് ആണ്, ഡിയർ ടിക്സ് ഒക്കെയാണ് എന്ത് വരുന്നത്, ഡെഫിനിറ്റീവ് ഹോസ്റ്റ് ആയിട്ട് വരുന്നത്. ബേബീസിയ, ഡിയർ ടിക്സ് ആണ് ഡെഫിനിറ്റീവ് ഹോസ്റ്റ് ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ ടോക്സോപ്ലാസ്മ ഗോണ്ടിന്റെ കേസിലും ഈ സാർക്കോസിസ്റ്റിസിന്റെ കേസിലൊക്കെ കാറ്റ്സ് ആണ് എന്ത് വരുന്നത്, ഡെഫിനിറ്റീവ് ഹോസ്റ്റ് ആയിട്ട് വരുന്നത്. ടോക്സോപ്ലാസ്മ ഗോണ്ടി കാറ്റ് ആണ്. അതേപോലെ സാർക്കോസിസ്റ്റിസിന്റെ കേസിലും കാറ്റും ഡോഗുമാണ് ഡെഫിനിറ്റീവ് ഹോസ്റ്റ് ആയിട്ട് വരുന്നത്. എക്കിനോകോക്കസിന്റെ കേസിലോ യെസ് ഡോഗ് ആണ്. ഡോഗ് ടാപ്പ് എന്നറിയപ്പെടുന്നതാണ് ഈ എക്കിനോകോക്കസ് ഗ്രാനുലോസ്. അപ്പോൾ ഡോഗ് ആണ് അവിടെ എന്തായിട്ട് വരുന്നത്, ഡെഫിനിറ്റീവ് ഹോസ്റ്റ് ആയിട്ട് വരുന്നത്. ടീനിയാസോളിയം സിസ്റ്റിസെർക്കോസിസ് കോസ് ചെയ്യും. സർക്കോസിസ് കോസ് ചെയ്യുന്ന കേസിൽ അവിടെ മാൻ ടു മാൻ ആണ്. മാൻ ഡെഫിനിറ്റീവ് ഹോസ്റ്റും മാൻ തന്നെ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊന്ന് ഓർത്ത് വെക്കുക. മാൻ ടു മാൻ ആണ് എന്ത് വരുന്നത്, ടീനിയാസോളിയത്തിൻ്റെ കേസിൽ സിസ്റ്റിസെർക്കോസിസ് കോസ് ചെയ്യുന്ന കേസിൽ വരുന്നത് എന്നുള്ളത്. അപ്പോൾ എക്സെപ്ഷൻസ് ഇത്രയേ ഉള്ളൂ. മാൻ അല്ലാതെ ഡെഫിനിറ്റീവ് ഹോസ്റ്റ് ആയിട്ട് വരുന്നത് ഒന്ന് പ്ലാസ്മോഡിയം, അവിടെ ഡെഫിനിറ്റീവ് ഹോസ്റ്റ് ഫീമെയിൽ അനോസ്ഫിലസ് മോസ്കിറ്റോ ആണ്. പിന്നെ ബേബീസിയ, അവിടെ ടിക്സ് ആണ് വരുന്നത്. പിന്നെ ടോക്സോപ്ലാസ്മന്റെയും സാർക്കോസിസ്റ്റിസിന്റെ കേസിൽ കാറ്റ് ആണ് വരുന്നത്. എക്കിനോകോക്കസിന്റെ കേസിൽ ഡോഗ് ആണ്. ആ എക്സെപ്ഷൻ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, രണ്ടും മാൻ ആയിട്ട് വരുന്നതാണ് ടീനിയാസോളിയം സിസ്റ്റിസെർക്കോസിസ് കോസ് ചെയ്യുന്ന കേസിൽ. ഇന്റർമീഡിയറ്റ് ഹോസ്റ്റും ഡെഫിനിറ്റീവ് ഹോസ്റ്റും എന്താണ്, മാൻ ആണ് എന്നുള്ള കാര്യം. ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക വേണം. ഓരോന്നായിട്ട് ബൈഹാർട്ട് ചെയ്യുന്നതിന് പകരം ആദ്യം ഏതൊക്കെയാണ് ഡെഫിനിറ്റീവ് ഹോസ്റ്റ് മാൻ ആയിട്ടുള്ളതെന്ന് വരുന്നത് പഠിച്ചു വെക്കുക. പിന്നെ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയിട്ട് വരുന്നത് എന്തൊക്കെ പഠിച്ചു, പിന്നെ ബാക്കിയുള്ളത് ഓരോന്നും വെച്ച് പഠിക്കുക. അതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. ഓക്കെ, സോ ഇനി നമ്മൾ മലേറിയ റിലേറ്റഡ് ആയിട്ടായിരുന്നു അല്ലേ നമ്മളുടെ ക്വസ്റ്റ്യൻ വന്നത്. അപ്പോൾ മലേറിയ റിലേറ്റഡ് ആയിട്ട് നമുക്ക് അതിൻ്റെ ലൈഫ് സൈക്കിളും കൂടി ഒന്ന് നോക്കാം. ഓക്കെ, മലേറിയൻ്റെ ഡെഫിനിറ്റീവ് ഹോസ്റ്റ് എന്തായിരുന്നു, യെസ് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആയിരുന്നു. ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്തുമായിരുന്നു, നമ്മളുടെ മാനും ആയിരുന്നു. ഇതെങ്ങനെയാണ് ലൈഫ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ, ഒരു ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോസ് ഒരു ഹ്യൂമണിൽ വന്ന് ബൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോൻ്റെ സലൈവറി ഗ്ലാൻഡിൽ പ്രസൻ്റ് ആയിരിക്കുന്ന അല്ലെങ്കിൽ സലൈവറി ഗ്ലാൻഡിൽ പ്രസൻ്റ് ആയിരിക്കുന്ന സ്പോറോസോയേറ്റ് എന്നുള്ള ഫോം നമ്മളുടെ ഹ്യൂമണിലേക്ക് ഇഞ്ചക്ട് ചെയ്യും. ഓക്കെ, ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോയിൽ പ്രസൻ്റ് ആയിരിക്കുന്ന സ്പോറോസോയേറ്റ് എന്ന ഫോം നമ്മളെ ഹ്യൂമണിലേക്ക് എന്ത് ചെയ്യും, ഇഞ്ചക്ട് ചെയ്യും. ഇഞ്ചക്ട് ചെയ്തിട്ട് അത് എവിടെ എത്തും, ലിവർ സെൽസിലെത്തും. ലിവർ സെൽസിൽ നമ്മുടെ ഹ്യൂമൻ്റെ ലിവർ സെൽസിലെത്തിയിട്ട് ആ ലിവർ സെൽസിനെ ഇൻഫെക്റ്റ് ചെയ്യും. അവിടുന്ന് ഷൈസോണ്ട് എന്ന് പറഞ്ഞ ഫോം ഉണ്ട്. ലിവറിലെത്തുന്നത് സ്പോറോസോയിറ്റ് ആണ്, പിന്നെ ഉണ്ടാവുന്ന ഫോം ഏതാണ്, ഷൈസോണ്ടാണ്. ഓക്കെ, ഷൈസോണ്ട് ഉണ്ടായിട്ട് ആ ഷൈസോണ്ട് പൊട്ടി മീറോസോയിറ്റ് റിലീസ് ചെയ്യും. ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്പിനെ നമ്മൾ പറയാം ഷൈസോഗണി എന്ന. ഷൈസോണ്ടിന് ഷൈസോഗണി സംഭവിച്ചിട്ടാണ് എന്ത് ഉണ്ടാവുന്നത്, മീറോസോയിറ്റ് ഉണ്ടാവുന്നത്. ഇത് നടക്കുന്നത് എവിടെയാണ്, ആർ ബി സിൻ്റെ ഉള്ളിലാണോ, അല്ല, ആർ ബി സിൻ്റെ പുറത്താണ് അല്ലെങ്കിൽ ലിവറിലാണ്. അതുകൊണ്ട് നമുക്കിതിനെ എക്സോ എറിത്രോസൈറ്റിക് ഷൈസോഗണി എന്നോ എക്സോ എറിത്രോസൈറ്റിക് സൈക്കിൾ എന്നോ പറയാം. ഇത് നടക്കുന്നത് ലിവറാണ്. ഷൈസോണ്ട് പൊട്ടി ഷൈസോഗണി സംഭവിച്ചിട്ട് അതിന് മീറോസോയിറ്റ് റിലീസ് ചെയ്യും. അപ്പോൾ ഇതിപ്പോൾ നടക്കുന്നത് ലിവറിലാണ്. അതുകൊണ്ട് ഇതിനെ എക്സോ എറിത്രോസൈറ്റിക് സൈക്കിൾ അല്ലെങ്കിൽ ഹെപ്പാറ്റിക് സൈക്കിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ലിവറിൽ നടക്കുന്നതുകൊണ്ട്. അങ്ങനെ റപ്ചർ ആയിട്ടുള്ള ഈ ഒരു മീറോസോയിറ്റ് ആരെ പോയി പെരിഫറൽ ബ്ലഡിലേക്ക് എൻ്റർ ചെയ്തിട്ട്, നമ്മൾ ബ്ലഡിലേക്ക് എൻ്റർ ചെയ്തിട്ട് ആർ ബി സിനെ പോയി ഇൻഫെക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ആർ ബി സിൻ്റെ ഉള്ളിലേക്ക് കയറും മീറോസോയിറ്റ്. എന്നിട്ട് അങ്ങനെ ആർ ബി സിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ആദ്യം ഇമ്മെച്ചുർ ആയിട്ടുള്ള ട്രോഫോസോയിറ്റ് ഉണ്ടാവും. അതിനെ നമ്മൾ റിംഗ് ഫോം എന്ന് പറയും. ഇമ്മെച്ചുർ ആയിട്ടുള്ള ട്രോഫോസോയിറ്റിനെയാണ് എന്ത് പറയുന്നത്, റിംഗ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഈ റിംഗ് ഫോം ഒരു ക്വസ്റ്റ്യൻ ഇത് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. നമ്മളുടെ സാധാരണ ഒരു റിംഗ് ഫോം, ഒറ്റ റിംഗ് ഫോമാണ് ഒരു ആർ ബി സിൻ്റെ മുകളിൽ ഉണ്ടാവുക. പക്ഷേ പ്ലാസ്മോഡിയം ഫാൽസിപ്പാരത്തിൻ്റെ കേസിൽ മൾട്ടിപ്പിൾ റിംഗ് ഫോം പ്രസൻ്റ് ആയിരിക്കും.
അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഫാൽസിപാരസിൻ്റെ കേസിൽ ഒന്നിൽ കൂടുതൽ റിംഗ് ഫോം ആർ ബി സിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. റിംഗ് ഫോം എന്ന് പറഞ്ഞാൽ ഇമ്മച്ചുർ ആയിട്ടുള്ള ട്രോഫോസോയിറ്റ് ആണ്. അപ്പോൾ മീറോസോയിറ്റ് ആർ ബി സിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ആദ്യം എന്തുണ്ടായി? ഇമ്മച്ചുർ ട്രോഫോസോയിറ്റ് ഓർ റിംഗ് ഫോം ഉണ്ടായി. പിന്നെ അടുത്ത സ്റ്റേജിൽ അത് മെച്ചുവർ ട്രോഫോസോയിറ്റ് ആയിട്ട് മാറും. പിന്നെ ട്രോഫോസോയിറ്റ് കഴിഞ്ഞാൽ വീണ്ടും അത് ഷൈസോണ്ടായിട്ട് മാറും. ഷൈസോണ്ടിന് വീണ്ടും ഷൈസോഗണി സംഭവിക്കും. ഇത് നടക്കുന്നത് ആർ ബി സിൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ട് ഈ ഒരു ഷൈസോഗണിനെ എറിത്രോസൈറ്റിക് ഷൈസോഗണി എന്ന് പറയാം. ആർ ബി സിൻ്റെ ഉള്ളിലാണ് സംഭവിക്കുന്നത്. സോ എറിത്രോസൈറ്റിക് ഷൈസോഗണി. ഷൈസോഗണി സംഭവിച്ചാൽ നേരത്തെ എന്തായിരുന്നു വരിക? യെസ്, മീറോസോയിറ്റ് ആണ് വരിക. ഷൈസോണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ മീറോസോയിറ്റ് ആണ് റിലീസ് ചെയ്യുക. അപ്പോൾ ആർ ബി സി അടക്കം പൊട്ടും കേട്ടോ. ഷൈസോഗണി സംഭവിക്കുമ്പോൾ ആർ ബി സി അടക്കം പൊട്ടും. യെസ്, ആർ ബി സി ലൈസായിട്ട് ഷൈസോണ്ടും ലൈസായിട്ട് മീറോസോയിറ്റ് റിലീസ് ചെയ്യും. ഈ മീറോസോയിറ്റ് കുറച്ച് എന്തായിട്ട് മാറുന്നുണ്ട്? അല്ല, ഈ മീറോസോയിറ്റ് അടുത്ത ആർ ബി സിനെ ഇൻഫെക്റ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ട്രോഫോസോയിറ്റ് ഉണ്ടാവും, പിന്നെ ഈ ഷൈസോണ്ട് ഉണ്ടാവും, പിന്നെ അത് വീണ്ടും പൊട്ടി ആർ ബി സിയും അടക്കം പൊട്ടിയിട്ട് മീറോസോയിറ്റ് റിലീസ് ചെയ്യും. ബാക്കിയുള്ള തൊട്ടടുത്ത ആർ ബി സിനൊക്കെ ഇൻഫെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ആൾക്കാർ, അതായത് നമ്മൾ പറഞ്ഞ ഈ ട്രോഫോസോയിറ്റിൽ കുറച്ച് ആൾക്കാർ ഗ്യാമറ്റോസൈറ്റായിട്ട് മാറുന്നുണ്ട്. എല്ലാവരും ഷൈസോണ്ടായിട്ട് മാറി മീറോസോയിറ്റ് ആവുന്നതിന് പകരം ഈ ട്രോഫോസോയിറ്റ് കുറച്ച് ആരായിട്ട് മാറും? ഗ്യാമറ്റോസൈറ്റായിട്ട് മാറും. ഈ ഗ്യാമറ്റോസൈറ്റ് ആണ് നമ്മളുടെ ബ്ലഡ് എന്ന് വീണ്ടും നമ്മളുടെ ഒരു അനോഫിലസ് മോസ്കിറ്റോ വന്ന് ബൈറ്റ് ചെയ്യാണ്. നമ്മളുടെ ഓൾറെഡി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ വന്ന് ബൈറ്റ് ചെയ്യുമ്പം ഈ ഗ്യാമറ്റോസൈറ്റിനെയാണ് വലിച്ചെടുക്കുന്നത്. അൺഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ അനോഫിലസ് വന്ന് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാളെ കടിക്കുമ്പം അല്ലെങ്കിൽ കുത്തുമ്പം ഈ ഗ്യാമറ്റോസൈറ്റാണ് മോസ്കിറ്റോൻ്റെ വയറ്റിലേക്ക് വലിച്ചെടുക്കുന്നത്. ഈ ഗ്യാമറ്റോസൈറ്റ് അതിൻ്റെ മുന്നേ ഈ ഗ്യാമറ്റോസൈറ്റിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് പഠിക്കണം. അധിക ഗ്യാമറ്റോസൈറ്റ്സും ഈ ഓവൽ ഷേപ്പാണ് ഉണ്ടാവുക. പക്ഷേ നമ്മൾ ഫാൽസിപാരത്തിൻ്റെത് ഈ ക്രസൻറ്റ് ഷേപ്പും ബീൻ ഷേപ്പൊക്കെ വരുന്നത് ഫാൽസിപാരത്തിൻ്റെ കേസിലാണ്. അതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഗ്യാമറ്റോസൈറ്റ് ബീൻ ഷേപ്പ് അല്ലെങ്കിൽ ക്രസൻറ്റ് ഷേപ്പൊക്കെ ഗ്യാമറ്റോസൈറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഫാൽസിപാരത്തിൻ്റെ കേസിലാണ്. അങ്ങനെ ഗ്യാമറ്റോസൈറ്റ് ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? യെസ്, നമ്മളുടെ മോസ്കിറ്റോൻ്റെ ഉള്ളിലാണ്. ഈ മോസ്കിറ്റോൻ്റെ ഉള്ളിൽ ഗട്ടിൽ വെച്ചിട്ട് മിഡ് ഗട്ടിൽ വെച്ചിട്ട് ഈ മാക്രോ ഗ്യാമറ്റോസൈറ്റ് ഉണ്ടാവും, മൈക്രോ ഗ്യാമറ്റോസൈറ്റ്. ഒന്ന് മെയിലും ഒന്ന് ഫീമെയിലാണ്. 2 ഗ്യാമറ്റോസൈറ്റ് ഉണ്ട് കേട്ടോ. സോ ഇതൊന്നും ഒന്നിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തിട്ട് ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടാവും. പിന്നെ അത് കൈനേറ്റായിട്ട് മാറും, സിസ്റ്റായിട്ട് മാറും. പിന്നെ നമ്മൾ ഇൻഫെക്റ്റീവ് ഫോം ആയിട്ടുള്ള സ്പോറോസോയിറ്റായിട്ട് മാറും. എങ്ങനെയാണ്? മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമറ്റോസൈറ്റ്സ് ഓർ മൈക്രോ ആൻഡ് മാക്രോ ഗ്യാമറ്റോസൈറ്റ് ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടാവും. സൈഗോട്ട് എന്ന് കൈനേറ്റ് ഉണ്ടാവും. അതിനുശേഷം സിസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം ഈ സിസ്റ്റ് പൊട്ടിയിട്ട് റപ്ചറായിട്ടുള്ള സ്പോറോസോയേറ്റ് റിലീസ് ചെയ്യും. സ്പോറോസോയേറ്റ് മോസ്കിറ്റോയിൽ ഉണ്ടാവുന്നത് സ്പോറോസോയേറ്റ് ആണ്. ഹ്യൂമൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടി റിലീസ് ചെയ്യുന്നത് മീറോസോയേറ്റ് ആണ്. മോസ്കിറ്റോയിൽ ഓസിസ്റ്റ് പൊട്ടി റിലീസ് ചെയ്യുന്നത് സ്പോറോസോയേറ്റ് ആണ്. ഈ സ്പോറോസോയിറ്റ് നമ്മളുടെ സലൈവറി ഗ്ലാൻഡിലേക്ക് പോയിട്ട് ഇതേപോലെ വേറെ ഒരാളെ കുത്തുമ്പോൾ ആളുടെ ബോഡിയിലേക്ക് ഈ സ്പോറോസോയിറ്റിനെ കൊടുക്കും. ഇതാണ് മലേറിയൽ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഒന്നും കൂടി പറയാം. ജസ്റ്റ് നമ്മളൊരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ഒരു ഹ്യൂമണിനെ കുത്തുന്ന സമയത്ത് സ്പോറോസോയിറ്റ് ലിവറിലേക്ക് റിലീസ് ചെയ്യും. ലിവറിന്ന് അത് ഷൈസോണ്ടായിട്ട് മാറും. ഷൈസോണ്ട് പൊട്ടി, അതായത് ഷൈസോഗണി സംഭവിച്ചിട്ട് മീറോസോയിറ്റ് റിലീസ് ചെയ്യും. ഇത് എക്സ്ട്രാ എറിത്രോസൈറ്റിക് ഷൈസോഗണി എന്നാണ് പറയുക. ഈ മീറോസോയിറ്റ് ബ്ലഡിലെത്തും, ആർ ബി സിൻ്റെ ഉള്ളിലേക്ക് കയറും. എന്നിട്ട് ആദ്യം ഇമ്മച്ചുവർ ട്രോഫോസോയിറ്റ് ആയിട്ട് മാറും. അതാണ് റിംഗ് ഫോം എന്ന് പറയുന്നത്. അത് മെച്ചുവർ ട്രോഫോസൈറ്റായിട്ട് മാറും. വീണ്ടും ഷൈസോണ്ട് ഉണ്ടാവും. ഷൈസോഗണി സംഭവിച്ചിട്ട് മീറോസോയിറ്റ് വീണ്ടും റിലീസ് ചെയ്തിട്ട് പുതിയ ആർ ബി സിനൊക്കെ ഇൻഫെക്റ്റ് ചെയ്യും. പക്ഷേ ഇതിൽ കുറച്ച് ആൾക്കാർ കുറച്ച് ട്രോഫോസൈറ്റ് ഗ്യാമറ്റോസൈറ്റ് ആയിട്ട് മാറും. പിന്നെ അത് മാക്രോ ആൻഡ് മൈക്രോ ഗ്യാമറ്റോസൈറ്റ് ആയിട്ട് മാറും. ഈ ഗ്യാമറ്റോസൈറ്റിനെയാണ് ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ വലിച്ചെടുക്കുന്നത്. എന്നിട്ട് ആളുടെ മിഡ് ഗട്ടിൽ വെച്ചിട്ട് ഇവർ രണ്ടുപേരും കൂടി ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടാവും. ഈ സൈഗോട്ട് കൈനൈറ്റ് ആയിട്ട് മാറും. ദെൻ സിസ്റ്റായിട്ട് മാറും. പിന്നെ അതിന്ന് സ്പോറോസോയിറ്റ് റിലീസ് ചെയ്യും. ഇത് ആളുടെ
മോസ്കിറ്റോൻ്റെ സലൈവറി ഗ്ലാൻഡിൽ പോയിട്ട് എവിടേക്ക് പോവും? യെസ്, ഒരു ഹ്യൂമണിനെ കുത്തുന്ന സമയത്ത് അവർക്ക് വീണ്ടും കൊടുക്കും. ഇതാണ് മലേറിയൽ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. മലേറിയൽ ലൈഫ് സൈക്കിളിൽ നമുക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതാണ് റിലാപ്സ് സ്റ്റേജ് എന്താണ്, അതേപോലെ തന്നെ റിക്രൂഡസൻസ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ഈ റിലാപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിവർ സെല്ലിലേക്കാണ് ആദ്യം സ്പോറോസോയിറ്റ് എത്തുക എന്നുള്ളത്. ഇവിടെ നമ്മൾ റിലാപ്സ് സ്റ്റേജ് എന്ന് പറയുമ്പം ലിവറിൽ ഹൈപ്പണോസോയിറ്റ് സ്റ്റേജ് ആയിട്ട് കുറച്ച് പാരസൈറ്റ് അങ്ങനെ കിടക്കും. അതായത് നമുക്ക് അപ്പം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവരെന്തായിട്ടും റീഅപ്പിയർ ചെയ്യും. ഹൈപ്പണോസോയിറ്റ് സ്റ്റേജ് ആയിട്ട് ലിവറിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാണ്ട് അവിടെ കിടക്കും. എന്നിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് അവർ റീഅപ്പിയർ ചെയ്തിട്ട് വീണ്ടും പ്രശ്നം ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ റിലാപ്സ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇങ്ങനെ റിലാപ്സ് കോസ് ചെയ്യുന്ന പ്ലാസ്മോഡിയത്തിൻ്റെ സ്പീഷ്യസ് ഏതൊക്കെയാണ്? യെസ്, പ്ലാസ്മോഡിയം വൈവാക്സും പ്ലാസ്മോഡിയം ഒവേലുമാണ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമുക്ക് മെയിൻലി പ്ലാസ്മോഡിയം മലേറിയ കോസ് ചെയ്യുന്ന പ്ലാസ്മോഡിയം സ്പീഷ്യസ് ആണ് അല്ലേ. ഈ പ്ലാസ്മോഡിയത്തിൻ്റെ ഏതൊക്കെ സ്പീഷ്യസ് വരുന്നുണ്ട്? പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം വരുന്നുണ്ട്, പ്ലാസ്മോഡിയം വൈവാക്സ് വരുന്നുണ്ട്, പ്ലാസ്മോഡിയം ഒവേലി വരുന്നുണ്ട്, പ്ലാസ്മോഡിയം മലേറിയ വരുന്നുണ്ട്. ഇതിൽ പ്ലാസ്മോഡിയം വൈവാക്സിനും ഒവേലിനുമാണ് റിലാപ്സ് സ്റ്റേജ് എന്ന് പറഞ്ഞ ഒരു കേസ് വരുന്നത്. അപ്പോൾ ഓർത്ത് വെക്കേണ്ടത് എന്താണ്? ഇവർ ഹൈപ്പണോസോയിറ്റ് ഫോമിൽ അസുഖം മാറിക്കഴിഞ്ഞാലും ആളുടെ ലിവറിൽ അങ്ങനെ കിടക്കും. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അവരിത് റീഅപ്പിയർ ചെയ്യും. എന്നാൽ റിക്രൂഡസൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഡ്രഗ് റെസിസ്റ്റൻ്റ് ആവുകയാണ്. നമ്മൾ ഓൾറെഡി ആ ഇൻഫെക്ഷൻ ഉള്ള സമയത്ത് തന്നെ ഡ്രഗ് റെസിസ്റ്റൻസ് കാരണം നമ്മളുടെ ബോഡിയിൽ നിന്ന് അത് കില്ലായി പോകുന്നില്ല. ഇപ്പോൾ ഫാൽസിപ്പാരത്തിൻ്റെ കേസാണെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും അവരെന്ത് ചെയ്യാണ്? ഡിസീസ് അപ്പിയർ ചെയ്യാണ്. ആ അസുഖം തന്നെ മാറിയിട്ടില്ല. ഓൾറെഡി മരുന്ന് കൊടുത്തു, പക്ഷെ ആ കൊടുത്ത മരുന്നിന് റെസിസ്റ്റൻ്റ് ആയിട്ട് ബാക്ടീരിയ അങ്ങനെ അവിടെ ബാക്ടീരിയ അല്ല, പാരസൈറ്റ് അവിടെ അങ്ങനെ കിടക്കുകയാണ്. ഈ റിക്രൂഡസൻസ് സ്റ്റേജ് വരുന്നത് ഫാൽസിപ്പാരത്തിൻ്റെ കേസിലും മലേറിയൻ്റെ കേസിലും, അതായത് പ്ലാസ്മോഡിയം ഫാൽസിപ്പാരത്തിൻ്റെ കേസിലും പ്ലാസ്മോഡിയം മലേറിയൻ്റെ കേസിലുമാണ്. സോ ഇവിടെ ഫാൽസിപ്പാരത്തിൻ്റെ കേസിൽ ഒരു 2 വീക്കിന് ശേഷം അപ്പിയർ ചെയ്യുന്നതാണെങ്കിൽ മലേറിയൻ്റെ കേസിൽ കുറച്ച് ലേറ്റ് ആയിട്ട് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും എന്ത് ചെയ്യുന്നത്? ഡിസീസ് അപ്പിയർ ചെയ്യുന്നത്. ഈ രണ്ടും ഓർത്ത് വെക്കുക. ഇത്ര ഓർത്ത് വെച്ചാൽ മതി. റിലാപ്സ് ഏതൊക്കെ പ്ലാസ്മോഡിയം സ്പീഷ്യസിനാണ്, അതേപോലെ തന്നെ റിക്രൂഡസൻസ് ഏതൊക്കെ പ്ലാസ്മോഡിയം സ്പീഷ്യസിനാണ് എന്നുള്ളത്. സോ ഇന്ന് നമ്മൾ മലേറിയൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് നമ്മൾ വീഡിയോൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടി പോകുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം. താങ്ക് യു.